ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തതാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടിയാണെങ്കിൽ അതെടുക്കാം, അല്ല ഗോതമ്പ് പൊടിയാണെങ്കിൽ അതും എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് വെള്ളം അധികമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബോൾസായിട്ട് തന്നെ കൈവച്ച് കുഴച്ചെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബോൾസ് പോലെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതുപോലെയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ടതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ബൗള് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ് കേട്ടോ. അതുകൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഏകദേശം ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല, അത്ര മതി. പിന്നെ വേണ്ടത് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ 2 ടീസ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇളക്കിയിട്ട് നമ്മുടെ നേരത്തെ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കുന്ന ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാതിരിക്കാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ ബോൾസാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നേന്ത്രപ്പഴത്തിൻ്റെ അരിൻ്റെയും കൂടി കൂട്ട്, അത് ഇതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. കൈയെടുക്കാതെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ബോൾസൊക്കെ ഒന്നുകൂടി ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ വേണ്ടത് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതാണ് കേട്ടോ. ഏലക്കായും പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണത്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിനായിട്ട് നമ്മൾ വെള്ളം ഉരുക്കി വെച്ചതാണ് കേട്ടോ. ആ ഉരുക്കിയ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായി ഒന്ന് കുറുകി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നേന്ത്രപ്പഴവും തേങ്ങയും കൂടി അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരും. ഒരുപാട് നേരം നമുക്ക് ഇപ്പോൾ തന്നെ കട്ടിയാക്കി വെക്കണമെന്നില്ല. കുറച്ച് നേരം ഇരിക്കും തോറും അത് നല്ലപോലെ കുറുകി കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് അത് കഴിക്കാൻ കേട്ടോ.